നമസ്കാരം. ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മകളോടുള്ള അമിത വാത്സല്യം ഇപ്പോൾ വിനയായി മാറുകയാണ്. മകൾക്ക് വേണ്ടി ഭാര്യയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ അവസാനം ഭാര്യ കൂടി വെട്ടിലായിരിക്കുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയത് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന വാദം പൊളിച്ച് രേഖകൾ പുറത്തു വരുന്നുണ്ട്. കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം 1 ലക്ഷം രൂപ മാത്രമാണെന്ന് മനസ്സിലാകും. 10,000 ഓഹരികളിൽ ഒന്നിന് വില 10 രൂപ. വീണ മാത്രമാണ് ഓഹരി ഉടമ. ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട്. 78 ലക്ഷത്തോളമാണ് വായ്പ. ഇത് വീണയിൽ നിന്നാണ് കമ്പനി ലോൺ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം എന്നാണ് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറയുന്നത്. PC ജോർജിന്റെ മകനും എക്സാലോജിക്കിനെതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജ് ഈ രേഖകൾ പുറത്തുവിടുകയും ചെയ്തു. ഫേസ്ബുക്കിലൂടെയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചെത്തിയത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമല വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖയും ഇതിനോടൊപ്പം നൽകുന്നുവെന്ന് ഷോൺ അന്ന് ഫേസ്ബുക്കിലും കുറിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഈ രേഖകൾ മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാവുകയാണ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും. കരിമണൽ കമ്പനിയായ CMRലുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത്. വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നോ എന്ന ഉടമയായ വീണ വിജയൻ ഒരിക്കലും ഈ നിമിഷം വരെ വിശദീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാവുകയാണ്. എക്സാലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ 4 വർഷങ്ങളിലായി ആകെ 77.6 ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സാലോജിക്കിന് നൽകിയത്. CMRലിന്റെ ഉടമയായ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 25 ലക്ഷം രൂപ, 2017 37.36 ലക്ഷം, 2018 10.36 ലക്ഷം, 2019 4.88 ലക്ഷം രൂപയുമാണ് എക്സാലോജിക് ആക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുറത്തുവിട്ട രേഖകൾ നിർണായകമായി മാറുന്നത്. CMRൽ നിന്നും എക്സാലോജിക് 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു. ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത്. എക്സാലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ തുക വീണ വിജയന്റെ കമ്പനിക്കായി വായ്പയായി അനുവദിച്ചത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിന്റെ 25%-ലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല. ആ സാഹചര്യത്തിലാണ് 44 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന അന്ന് കമ്പനി വായ്പ അനുവദിച്ചതെന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖ അതിനിർണായകമായി മാറുകയാണ്. തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. സഭയിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഒരു ആരോപണവും ഏശാൻ പോകുന്നില്ലെന്നും നിങ്ങൾ ആരോപണം ഉയർത്തു, ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാമെന്നും മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു. കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല. മുമ്പ് ഭാര്യയെ കുറിച്ചായിരുന്നു ആരോപണങ്ങൾ, ഇപ്പോൾ മകൾക്കെതിരെയായി. ബിരിയാണി ചെമ്പടക്കം മുമ്പ് പറഞ്ഞതൊന്നും നമ്മളെ ഏശിയിട്ടില്ലെന്നൊക്കെയാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ആരോപണങ്ങൾക്കെതിരെ മൗനമായും സഭ്യമായും പ്രതികരിക്കാറുള്ള മുഖ്യമന്ത്രി തങ്ങളൊന്ന് ഓർക്കുക. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. 1000 നുണ പറയേണ്ടി വരും ഒരു കള്ളം പറഞ്ഞാൽ. അവസാനം ഇതുപോലെ തന്നെ ഈ നുണകളുടെ ചീട്ടുകൊട്ടാരവും പൊളിഞ്ഞു വീഴുകയാണ്. പിണറായി വിജയന്റെ ഭാര്യ കമല വിജയനെ പോലും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മകളോടൊപ്പം ഭാര്യ കൂടി കുരുക്കിലായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മകൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന തിരിച്ചടി പിണറായി വിജയനെ കണ്ടുകൊണ്ട് തന്നെയാണ് ശശിധരൻ കർത്ത അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പണം നൽകിയതെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും വീണ വിജയനോടൊപ്പം കമല വിജയനും കുടുങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമല വിജയന്റെ അക്കൗണ്ട്സ് അടക്കം പരിശോധിക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.